സിനിമയിൽ മമ്മൂട്ടി ഹോമോസെക്ഷലായി അഭിനയിച്ചതിനെക്കുറിച്ച് ഇന്ന് എല്ലാവരും പ്രശംസിക്കുന്നുണ്ട്. മമ്മൂട്ടിയെ പോലൊരു മെഗാസ്റ്റാർ അങ്ങനെ ഒരു കഥാപാത്രം തിരഞ്ഞെടുത്തത് ധീരമായ തീരുമാനമാണെന്നാണ് പൊതുവെ വന്ന അഭിപ്രായം. എന്നാൽ 11 വർഷങ്ങൾക്ക് മുമ്പ് അതങ്ങനെ ആയിരുന്നില്ല. പൃഥ്വിരാജ് എന്ന നടൻ ഒരു ഗേ ആയി അഭിനയിച്ചപ്പോൾ എല്ലാവർക്കും ഞെട്ടലായിരുന്നു. ആ മാറ്റത്തെക്കുറിച്ച് പൃഥ്വിരാജ് സംസാരിക്കുകയാണിപ്പോൾ. സലാറിന്റെ പ്രമോഷൻ തിരക്കുകളിലാണ് ഇപ്പോൾ പൃഥ്വിരാജ് ഉള്ളത്. അതിന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് നിലവിൽ കേരളത്തിൽ ട്രെൻഡിംഗ് ആയ കാതൽ എന്ന സിനിമയെക്കുറിച്ചും മുൻപ് പൃഥ്വിരാജ് ഒരു ഹോമോസെക്ഷൽ കഥാപാത്രമായി എത്തിയ മുംബൈ പോലീസിനെ കുറിച്ചും ഭരദ്വാജ് ജംഗൻ ചോദിച്ചത്. അതേക്കുറിച്ചുള്ള പൃഥ്വിരാജിന്റെ മറുപടി ശ്രദ്ധേയമാണ്. മുംബൈ പോലീസ് റിലീസ് ചെയ്ത ദിവസം പൃഥ്വിരാജിന് തുടക്കത്തിൽ നെഗറ്റീവ് പ്രതികരണങ്ങളാണ് ലഭിച്ചിരുന്നത്. എല്ലാവരും പൃഥ്വിരാജിനോട് ചോദിച്ചത്, നീ എന്തിനാണ് ഇത് ചെയ്തത്, ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു, എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നൊക്കെയായിരുന്നു. ഇങ്ങനെയാണ് പൃഥ്വിരാജ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 2-3 ദിവസത്തിനുള്ളിൽ റെസ്പോൺസ് പോസിറ്റീവ് ആവുകയും ചെയ്തു. ബോബി സഞ്ജയ് ടീമാണ് മുംബൈ പോലീസിന്റെ തിരക്കഥ എഴുതിയത്. അവസാനത്തെ കുറച്ചു മിനിറ്റുകൾ മാത്രമുള്ള ക്ലൈമാക്സ് ട്വിസ്റ്റിന് വേണ്ടി അവർ ഒരുപാട് ചിന്തിച്ചിരുന്നു എന്ന് പൃഥ്വിരാജ് പറയുന്നുണ്ട്. ആഴ്ചകളെടുത്താണ് ക്ലൈമാക്സ് ട്വിസ്റ്റ് പൂർത്തിയാക്കിയത്. ആ ഘട്ടത്തിൽ പൃഥ്വിരാജും കൂടെ ഉണ്ടായിരുന്നു. ഒടുവിൽ ഇതാണ് ക്ലൈമാക്സ് എന്നവർ തീരുമാനിച്ചത് പൃഥ്വി അറിഞ്ഞിരുന്നില്ല. പിന്നീട് റോഷൻ ആൻഡ്രൂസ് പൃഥ്വിരാജിനെ വിളിച്ച് ഈ സിനിമയ്ക്ക് വേണ്ടി എന്തും ചെയ്യും എന്ന് പറഞ്ഞ വാക്കിൽ മാറ്റമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയുണ്ടായി. ഇല്ല എന്ന് പൃഥ്വിരാജ് മറുപടി പറഞ്ഞപ്പോൾ എങ്കിൽ നേരിൽ കാണാമെന്ന് പറഞ്ഞ റോഷൻ ആൻഡ്രൂസും ബോബി സഞ്ജയ് ടീമും ചെല്ലുകയും മടിച്ച് ട്വിസ്റ്റ് പറയുകയും ചെയ്തു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ കൈയടിക്കുകയാണ് ഉണ്ടായതെന്ന് പൃഥ്വിരാജ് പറയുന്നു. അതായിരുന്നു പെർഫെക്റ്റ് ടൈമെന്നും അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലീഡ് ആക്ടർ ഹോമോസെക്ഷൽ കഥാപാത്രം ചെയ്യുകയെന്നാൽ അത് ക്ലൈമാക്സിൽ ഒരു ഷോക്കും ട്വിസ്റ്റും അന്ന് നൽകും എന്ന് പൃഥ്വി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്താണ് ആ സിനിമ വരുന്നതെങ്കിൽ തീർച്ചയായും ആ ഷോക്ക് ഉണ്ടാവില്ലെന്നും ഇന്ന് ആ വിഷയം സാധാരണമായി മാറിയിട്ടുണ്ടെന്നും അന്ന് ആ ഷോക്ക് വർക്കൗട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് സിനിമ വിജയിച്ചതെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കുന്നുണ്ട്.